Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. Sunitha Furniture, Tavakara, Kannur since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ടങ്കാളിയിൽ 1.5 കിലോഗ്രാമിലേറെ കഞ്ചാവുമായി യുവതി എക്സൈസിന്റെ പിടിയിലായത് കണ്ടങ്കാളി മുല്ലക്കോട് സ്വദേശിനി നിഖില. കഞ്ചാവ് കണ്ടെത്തിയത് വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച നിലയിൽ. അറിവുൽപാദനത്തെ തടയുകയാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസ്റ്റുകളെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. അറിവിന്റെ ജനകീയവൽക്കരണം തന്നെയാണ് പുതിയ കാലം ആവശ്യപ്പെടുന്ന പ്രതിരോധമെന്നും സി രവീന്ദ്രനാഥ്. കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ച് യുവമോർച്ച പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ ബഹുജന റാലിയും പൊതുസമ്മേളനം യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി കെ ഗണേഷ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കായികമേള പേരളം UP സ്കൂൾ മൈതാനത്ത് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. പങ്കെടുക്കുന്നത് 2000-ഓളം കായിക പ്രതിഭകൾ. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂർ കണ്ടങ്കാളിയിൽ 1.5 കിലോഗ്രാമിലേറെ കഞ്ചാവുമായി യുവതി പിടിയിൽ. കണ്ടങ്കാളി മുല്ലക്കോട് സ്വദേശിനി നിഖിലയെയാണ് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ KK ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം കണ്ടങ്കാളി മുല്ലക്കോട് ഭാഗങ്ങളിൽ പരിശോധന നടത്തിയത്. ഈ റെയ്ഡിലാണ് കണ്ടങ്കാളി മുല്ലക്കോട് സ്വദേശിനിയായ നിഖിലയുടെ വീട്ടിൽ നിന്നും 1.6 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത്. കഞ്ചാവ് വിൽപ്പനക്കായി വീട്ടിൽ സൂക്ഷിച്ചു വച്ച നിലയിലായിരുന്നു. തളിപ്പറമ്പ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ KK ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. നിഖിലയ്ക്കെതിരെ NDPS നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നും ആഴ്ചകൾക്ക് മുൻപ് കഞ്ചാവുമായി പിടികൂടിയ ആളുമായി നിഖിലയ്ക്ക് ബന്ധമുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് പയ്യന്നൂർ കണ്ടങ്കാളി എന്ന സ്ഥലത്ത്, മുല്ലക്കോട് എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു വീട് പരിശോധിച്ചതിൽ 1.6 കിലോഗ്രാം കഞ്ചാവുമായിട്ട് നിഖില എന്ന സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് വീട് പരിശോധിച്ചത്. കേസ് പയ്യന്നൂർ റേഞ്ച് ഓഫീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർന്ന് പ്രതിയെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഇല്ല, ഇതിന് മുമ്പ് കേസുകളുള്ളതായിട്ട് അറിവില്ല. ഇത്തരം പരിപാടികൾ ഏർപ്പെടുന്നതായിട്ടുള്ളൊരു വിവരം പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. അത് സംബന്ധിച്ചിട്ട് ഞങ്ങൾ അന്വേഷണം നടത്തുകയാണ്. കേസ് പ്രതിയായിട്ട് ബന്ധമുള്ള ഒരാൾ ഇപ്പോൾ ജയിലിലുണ്ട് എന്നുള്ളൊരു വിവരം ലഭ്യമായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നടപടികൾ സ്വീകരിക്കുന്നതാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രിവൻറ്റീവ് ഓഫീസർമാരായ PR സജീവ്, അഷറഫ് മലപ്പട്ടം, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PR വിനീത്, P സൂരജ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ AV രതിക, ഡ്രൈവർ അജിത്ത് എന്നിവർ പരിശോധനയിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അറിവുൽപാദനത്തെ തടയുകയാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസ്റ്റുകളെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഗ്രാമശാസ്ത്ര ജാഥയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പയ്യന്നൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അറിവിന്റെ ജനകീയവൽക്കരണം തന്നെയാണ് പുതിയ കാലം ആവശ്യപ്പെടുന്ന പ്രതിരോധമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുതലാളിത്തം അറിവിനെ ചൂഷണോപാധിയാക്കിയപ്പോൾ ഫാസിസ്റ്റുകൾ അറിവുൽപാദനത്തെ തടയുകയും അറിവുൽപാദിപ്പിക്കുന്ന മസ്തിഷ്കങ്ങളെ തന്നെ ഉന്മൂലനം ചെയ്യുകയുമാണ്. ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ ഈ പ്രക്രിയ ദ്രുതഗതിയിൽ നടപ്പാക്കുകയാണ്. അറിവിൻ്റെ ജനകീയവൽക്കരണം തന്നെയാണ് പുതിയ കാലം ആവശ്യപ്പെടുന്ന പ്രതിരോധമെന്നും പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അതാണ് നിറവേറ്റുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവര സാങ്കേതിക വിദ്യാധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അത് ജ്ഞാന സമ്പദ് വ്യവസ്ഥയായി മാറുക.
നമുക്കറിയാം, പണ്ട് കാർഷിക സമ്പദ് വ്യവസ്ഥ അത് ഇതുപോലൊരു ഘട്ടത്തിൽ പരിണമിച്ച് വ്യാവസായിക സമ്പദ് വ്യവസ്ഥയായി. അടുത്ത ഘട്ടത്തിൽ അത് പരിണമിച്ച് വിവരസാങ്കേതിക വിദ്യാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയായി. ഇപ്പോൾ അത് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്നത് ജ്ഞാന സമ്പദ് വ്യവസ്ഥയാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ഗ്രാമശാസ്ത്ര ജാഥയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പയ്യന്നൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. അധ്യക്ഷനായി. പരിഷത്ത് ജനറൽ സെക്രട്ടറി ജോജി കൂട്ടുമേൽ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. ലളിത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. വത്സല, നഗരസഭാ വൈസ് ചെയർമാൻ പി.വി. കുഞ്ഞപ്പൻ, എം. ദിവാകരൻ, കെ.യു. രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് പി. സന്തോഷ്, കെ. രാഘവൻ, പി. ശ്യാമള, ടി. ഗംഗാധരൻ, എം. രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ച് യുവമോർച്ച പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി കെ. ഗണേഷ് ഉദ്ഘാടനം ചെയ്തു. കെ.ടി. ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ചാണ് യുവമോർച്ച പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. പെരുമ്പ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി കെ. ഗണേഷ് ഉദ്ഘാടനം ചെയ്തു. CPIM ക്രിമിനലുകൾ നടത്തുന്ന നരനായാട്ട് ഞങ്ങൾ മാത്രം മതി, ഈ CPIM മാത്രം മതി, ഈ നാട്ടിൽ വേറൊരാളെയും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന ധിക്കാരപരമായ സമീപനത്തെ ചോദ്യം ചെയ്യുകയും അതിനെതിരെ സമീപനം സ്വീകരിക്കുകയും ചെയ്തതിന്റെ പേരിൽ എത്രയെത്ര ആളുകൾ, ഞാൻ ABVPയുടെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് കൊല്ലം SN കോളേജിൽ ഇപ്പോഴും ആലോചിക്കുമ്പോൾ തന്നെ പേടിയാ. സാധാ 17-18 വയസ്സുള്ള ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ SFIയുടെ കുത്തക ക്യാമ്പസാ. മണ്ഡലം പ്രസിഡന്റ് യോഗീത് പങ്കട അധ്യക്ഷനായി. BJP മണ്ഡലം പ്രസിഡന്റ് പനക്കീൽ ബാലകൃഷ്ണൻ, പെരിങ്ങോം മണ്ഡലം പ്രസിഡന്റ് സന്തോഷ്, സംസ്ഥാന സമിതി അംഗങ്ങളായ C. നാരായണൻ, അഡ്വക്കേറ്റ് KK. ശ്രീധരൻ, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി രാഹുൽ, ജില്ലാ കമ്മിറ്റി അംഗം MP. രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മുന്നോടിയായി BKM ജംഗ്ഷൻ പരിസരത്ത് നിന്ന് ബഹുജന പ്രകടനം നടന്നു. നേതാക്കളായ MS. രാജേഷ്, ലിബിൻ ശിവചന്ദ്ര, KP. മനോഹരൻ, മുരളീകൃഷ്ണൻ, രവീന്ദ്രൻ, C. ഗംഗാധരൻ കാളീശ്വരം, സ്വരാജ്, വിജയലക്ഷ്മി ടീച്ചർ, സുരേഷ് കേളോത്ത്, പുത്തലത്ത് കുമാരൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കായികമേള പെരളം UP സ്കൂൾ മൈതാനത്ത് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം ടി.ഐ. മധുസൂദനൻ MLA നിർവഹിച്ചു. ഡിസംബർ 1-2 തീയതികളിലായി പെരളം UP സ്കൂളിൽ നടക്കുന്ന പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കായികമേള ടി.ഐ. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. അടുത്ത ലെവൽ മത്സരത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെടണമെന്നില്ല. ഓരോ ഹീറ്റ്സിലും ഏറ്റവും മികച്ച സമയം ഏതാണോ ആ സമയക്കാരെയാണ് അടുത്ത ഹീറ്റ്സിലേക്ക്, അടുത്ത തലത്തിലേക്ക് മത്സരിക്കുന്ന തിരഞ്ഞെടുക്കുക. ചിലപ്പോൾ ഒരു ഹീറ്റ്സിൽ ഓടിയവർ തന്നെ 2 പേര് മികച്ച സമയം കുറിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ഒരു ഹീറ്റ്സിൽ ഒരു കുട്ടിയെയും സെലക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. അത്രയും മികച്ച രീതിയിൽ അതിന് ശാസ്ത്രീയമായ സംവിധാനത്തോടു കൂടിയാണ്. ഉദ്ഘാടന ചടങ്ങിൽ കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ M. രാഘവൻ, കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T. ഗോപാലൻ, C. ബാലകൃഷ്ണൻ, A. ഷീജ, P. പങ്കജാക്ഷി, C. പ്രിയ, P. വി. രമേശൻ, പെരളം സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് K. ലതിക തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ ഹഡിൽസിൽ സ്വർണ്ണ മെഡൽ നേടിയ ഋഷിക ജഗദീഷിനെ ചടങ്ങിൽ വെച്ച് MLA ടി.ഐ. മധുസൂദനൻ ഉപഹാരം നൽകി അനുമോദിച്ചു. ഹരിതപെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിനായി കായികമേളയിലേക്ക് ആശാപ്രവർത്തകർ തയ്യാറാക്കിയ ഓലക്കൂട്ടകൾ ടി.ഐ. മധുസൂദനൻ MLA ഏറ്റുവാങ്ങി. 90 സ്കൂളുകളിൽ നിന്നുമായി 2000-ലധികം കുട്ടികൾ ഈ കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് കോൺഗ്രസ് INTUC കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ മാടായി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് G. സുബോധൻ ഉദ്ഘാടനം നിർവഹിച്ചു.
TUC കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ മാടായി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് G. സുബോധൻ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയുടെ സ്ഥിതി ഇന്ന് എന്താണ്? ഈ മേഖലയിൽ തൊഴിലാളികൾക്ക് കഴിഞ്ഞ 11 മാസത്തിലേറെയായി ഒരു പെൻഷൻ ഉൾപ്പെടെ ഒരുവിധ ആനുകൂല്യവും ലഭിക്കുന്നില്ല എന്നതാണ് ഏറെ സങ്കടകരമായ അവസ്ഥ. ഏറ്റവും വലിയ സമ്പത്തുണ്ടായിരുന്ന ഈ ക്ഷേമനിധി ബോർഡ് ആ ബോർഡിൽ നിന്ന് 1 രൂപയുടെ സമ്പത്ത് പോലും ഇല്ലാതെ അധപ്പതിച്ചിരിക്കുന്നു. 22 ലക്ഷം തൊഴിലാളികളാണ് സംസ്ഥാനത്തെ നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിലുപരി 3,86,000 പെൻഷൻകാരുണ്ട്. തൊഴിലാളി ദ്രോഹ നടപടിയാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് അഡ്വക്കേറ്റ് G. സുബോധൻ പറഞ്ഞു. പരിപാടിയിൽ PP കരുണാകരൻ അധ്യക്ഷനായി. G. ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. K. കുമാരൻ, KV രാമചന്ദ്രൻ, P. അബ്ദുൽ ഖാദർ, KV സുധീർ, M. പവിത്രൻ, P. ജോയ്, V. കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വാർത്തകൾ തുടരുന്നു. സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യം. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. സ്വകാര്യ ബസ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കെതിരെയുള്ള ആക്രമണങ്ങളും കയ്യേറ്റങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ടവർ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണാ സമരം CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. മാന്യമായി പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് നേരെ അതിക്രമങ്ങൾ കാണിക്കുക, അക്രമങ്ങൾ കാണിക്കുക, അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക, ഞങ്ങൾ ശക്തരാണ് എന്ന് വരുത്തി തീർക്കുക, അതേപോലെയുള്ള ശ്രമങ്ങളാണ് ഇവിടെ ചില ആളുകൾ നടത്തുന്നത്. A. സുരേഷ് അധ്യക്ഷനായി. U. നാരായണൻ, കാനായി രാജൻ, PV പുരുഷോത്തമൻ, VK ബാബുരാജ്, P. ചന്ദ്രൻ, N. മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സമൂഹങ്ങൾ നയിക്കട്ടെ എന്ന സന്ദേശവുമായി AIDS ദിനാചരണം. ഡിസംബർ 1 ലോക AIDS ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയിൽ നടന്ന ദിനാചരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 1 ലോക AIDS ദിനത്തിന്റെ ഭാഗമായി സമൂഹങ്ങൾ നയിക്കട്ടെ എന്ന സന്ദേശവുമായി പയ്യന്നൂർ നഗരസഭയിൽ നടന്ന ദിനാചരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലും ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരികയാണ്. AIDS രോഗ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. ബാലൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കൗൺസിലർമാർ, ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. എയ്ഡ്സിനെതിരായ പോരാട്ടത്തോടുള്ള പ്രതിബദ്ധതയുടെ പ്രകടനമായി ധരിക്കുന്ന ചുവന്ന റിബൺ ധരിച്ചാണ് ജനപ്രതിനിധികളും ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും തളിപ്പറമ്പ് CH സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ രാത്രി ഭക്ഷണ വിതരണം സ്നേഹപ്പൊതി ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ K. സുദീപ് ഉദ്ഘാടനം ചെയ്തു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ രാത്രി ഭക്ഷണ വിതരണം ആരംഭിച്ചു. തളിപ്പറമ്പ് CH സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹപ്പൊതി എന്ന പേരിലാണ് സൗജന്യമായി ഭക്ഷണം നൽകുന്ന പരിപാടി ആരംഭിച്ചത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ K. സുദീപ് ഉദ്ഘാടനം ചെയ്തു. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻപേഷ്യൻസ് IP രോഗികളുടെ 70% കൃത്യമായ കണക്കുകളാണ്. ഒരു സമയത്ത് ഇവിടെ അഡ്മിറ്റായിരിക്കുന്ന രോഗികളുടെ 70% പൂർണ്ണമായ സൗജന്യ ചികിത്സ തേടിയിട്ടുള്ള ആൾക്കാരാണ്, ലഭിക്കുന്ന ആൾക്കാരാണ്. അത് വിവിധ ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളാവട്ടെ, ST വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ചികിത്സാ സമ്പ്രദായമാവട്ടെ, എൻഡോസൾഫാൻ, അങ്ങനെ പല വിഭാഗങ്ങളിൽപ്പെട്ടു കുട്ടികൾക്കുള്ള സ്കീം. CH സെന്റർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി അധ്യക്ഷത വഹിച്ചു. KT സഹദുള്ള, മഹമ്മൂദ് അള്ളാങ്കുളം, PV അബ്ദുൽ ഷുക്കൂർ, AP ബദറുദ്ദീൻ, സിറാജ് മന്ന, അബ്ദുള്ള ഹാജി കുപ്പം,
ഹനീഫ ഏഴാമൈൽ, ജമീൽ പുതിയങ്ങാടി, നജ്മുദ്ദീൻ പിലാത്ര തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ ദിവസവും വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ മെഡിക്കൽ കോളേജ് പരിസരത്താണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കായികമേളയിലെത്തുന്നവർക്ക് കുടിവെള്ളമൊരുക്കി മാതൃകയായി ഡിവൈഎഫ്ഐ പെരളം മേഖലാ കമ്മിറ്റി. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ കുടിവെള്ള സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഉപജില്ല സ്കൂൾ കായികമേളയിൽ എത്തുന്നവർക്കായി കുടിവെള്ളമൊരുക്കി ഡിവൈഎഫ്ഐ പെരളം മേഖലാ കമ്മിറ്റി. 2000-ഓളം പേർ 2 ദിനങ്ങളിലായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ കുടിവെള്ള സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ.വി. ലേജു, വാർഡ് മെമ്പർ സി. ബാലകൃഷ്ണൻ, എം. രാഘവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആർ.കെ. രാഹുൽ, വിനീഷ് കുഞ്ഞിക്കണ്ണൻ, ജനേഷ് തുടങ്ങിയവരാണ് കുടിവെള്ള വിതരണത്തിന് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിന് ശേഖർ മെമ്മോറിയൽ യങ് മെൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സൗജന്യമായി നൽകിയ 10 സെന്റ് സ്ഥലത്തിന്റെ ആധാരം കൈമാറി. എം. വിജിൻ എം.എൽ.എ ആധാരം ഏറ്റുവാങ്ങി. ശേഖർ മെമ്മോറിയൽ യങ് മെൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിന് 10 സെന്റ് സ്ഥലം സൗജന്യമായി നൽകി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ എം. വിജിൻ എം.എൽ.എ സ്ഥലത്തിന്റെ രേഖ ഏറ്റുവാങ്ങി. ഏറ്റവും മികച്ച നിലയിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് പോയപ്പോഴും അവസാനമായി പറഞ്ഞത് കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ഇരിക്കാനുള്ള ക്ലാസ് മുറിയുടെ സൗകര്യം, അത് ചില മാർക്കുകൾ സംസ്ഥാന തലത്തിലെ പല അവാർഡുകൾ നിർണ്ണയിക്കുമ്പോഴും ഉണ്ടായി എന്നതും നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അവിടെയാണ് ഇതിനെ മറികടക്കുന്നത്. എങ്ങനെ ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിന് ഒരു പുതിയ കെട്ടിടം എടുക്കാൻ സാധിക്കും? പഞ്ചായത്ത് പ്രസിഡന്റ് എ. പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. എം. ശശീന്ദ്രൻ, എം. വി. ദീപു, ഇ. പി. ബാലകൃഷ്ണൻ, എ. ഹരിദാസൻ, യു. ഭാസ്കരൻ, വി. കെ. ഭാർഗവൻ, കെ. പി. മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തിരികെ വാർത്തകളിലേക്ക്. പാലക്കുന്ന് പാഠശാല സംഘടിപ്പിച്ച പുസ്തക ചലഞ്ചിന് തുടക്കമായി. കൂക്കാനം റഹ്മാൻ മാഷ് എഴുതിയ അവൾ അവളുടെ കഥ പറയുന്നു എന്ന നോവലാണ് ചലഞ്ചിലൂടെ വായനക്കാരുടെ കൈകളിലെത്തിക്കുന്നത്. പാലക്കുന്ന് പാഠശാലയുടെ പുസ്തക ചലഞ്ചിന് തുടക്കമായി. കൂക്കാനം റഹ്മാൻ മാസ്റ്റർ എഴുതിയ അവൾ അവളുടെ കഥ പറയുന്നു എന്ന നോവലാണ് പുസ്തക ചലഞ്ചിലൂടെ വായനക്കാരുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് ആണൂർ പടിഞ്ഞാറിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പുസ്തകം നൽകി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൊടക്കാട് നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എ. പ്രസന്ന പുസ്തകം സ്വീകരിച്ചു. ശശിധരൻ ആലപ്പടമ്പൻ അധ്യക്ഷത വഹിച്ചു. എം. കെ. പ്രകാശൻ, പി. വി. വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്റെ പയ്യന്നൂർ തരിശുരഹിത പയ്യന്നൂർ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘം കരിവെള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റി കോട്ടൂർ വയലിൽ നടീൽ ഉത്സവം സംഘടിപ്പിച്ചു. കർഷക സംഘം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ പയ്യന്നൂർ തരിശുരഹിത പയ്യന്നൂർ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘം കരിവെള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റി കോട്ടൂർ വയലിൽ നെൽകൃഷി നടീലുത്സവം നടത്തി. കർഷക സംഘം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വിഷരഹിതമായ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന നിലയിലേക്ക് കേരളത്തിന്റെ നഷ്ടപ്പെട്ടു പോയ കാർഷിക സമൃദ്ധി തിരിച്ചു പിടിച്ചുകൊണ്ട് പുതിയൊരു ഹരിത വിപ്ലവത്തിന് തന്നെ ഏറെ ശ്രമകരമായ ഉത്തരവാദിത്തമാണ്. അല്പം അതിശയോക്തിപരവും ആലങ്കാരിക പദമാണെങ്കിലും പയ്യന്നൂരിനകത്ത് ഒരു പുതിയ ഹരിത വിപ്ലവത്തിനാണ്. കെ. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ടി. വി. നാരായണൻ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി. ശ്യാമള, കരിവെള്ളൂർ കൃഷി ഓഫീസർ എ. എൻ. അനുഷ, കർഷക സംഘം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ടി. നാരായണൻ, കെ. നാരായണൻ, വി. വി. പ്രദീപൻ, കുത്തൂർ നാരായണൻ, എ. ഗോവിന്ദൻ, എൻ. വി. കുഞ്ഞിരാമൻ, പി. രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹരിതം നെൽകൃഷിയുടെ ഭാഗമായി കിഴക്കാനി കോറവയൽ പാടശേഖരത്ത് ഞാറുനടിയിൽ ഉത്സവം നടത്തി. കോറവയൽ പാടശേഖര സമിതി സെക്രട്ടറി യു. ഭാസ്കരൻ ഞാറുനടിയിൽ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഹരിതം നെൽകൃഷിയുടെ ഭാഗമായി നെൽകൃഷി ആരംഭിച്ചത്. പുതുതലമുറയ്ക്ക് പഠനത്തോടൊപ്പം കൃഷിവിജ്ഞാനവും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ആരംഭിച്ചത്. കിഴക്കാനി കോറവയൽ പാടശേഖരത്ത് നടന്ന ഞാറുനടിയിൽ ഉത്സവം കോറവയൽ പാടശേഖര സമിതി സെക്രട്ടറി യു. ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. കോറവയൽ പാടശേഖര സമിതിയുടെ സഹായത്തോടുകൂടി കഴിഞ്ഞ വർഷവും ഇതുപോലെ ഈ കോറവയൽ പാടശേഖരത്തിൽ
നല്ല നിലക്കില്ല. ഒരു 30 സെൻറ്റ് സ്ഥലത്ത് പാടശേഖരത്തിൽ നല്ല വിളവുണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാം ഘട്ടം നിലനിൽക്കാണ് ഈ വർഷം ഈ ഒരു പദ്ധതി തുടക്കം കുറിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വൈവിധ്യങ്ങളായിട്ടുള്ള മറ്റ് പദ്ധതികളും ഇതിൻ്റെ ഭാഗമായിട്ട് തുടർന്ന് നടത്താൻ വേണ്ടി ആലോചന നടക്കുന്നുണ്ട്. എം പവിത്ര, കെ ഗീത, പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി, വളണ്ടിയർ ലീഡർമാരായ കാർത്തിക് രമേശൻ, വാണി മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഗുരുവായൂരപ്പന്റെ തങ്കവിഗ്രഹം വഹിച്ചുള്ള രഥയാത്രയ്ക്ക് ചെറുകുന്നിൽ ഉജ്ജ്വല സ്വീകരണം. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. കണ്ണൂർ ചിറക്കൽ പുഴാതി സോമേശ്വരി ക്ഷേത്രത്തിൽ ഡിസംബർ 3 ആരംഭിക്കുന്ന അഖില ഭാരത ഭാഗവത സത്രത്തിന്റെ ഗുരുവായൂരിൽ നിന്നും ആരംഭിച്ച ഗുരുവായൂരപ്പന്റെ തങ്കവിഗ്രഹം വഹിച്ചുള്ള രഥയാത്രയ്ക്ക് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. രാവിലെ ഹനുമാരമ്പലം, മാടായിക്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ സ്വീകരണ പരിപാടിക്ക് ശേഷമാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം സേവാസമിതി ഭാരവാഹികളും ഭക്തജനങ്ങളും ചേർന്ന് രഥയാത്രയ്ക്ക് സ്വീകരണം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിലെ പ്രധാന ചടങ്ങാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര. ക്ഷേത്രം കൊടിമരത്തിന് സമീപത്ത് നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പുഷ്പവും ധാന്യങ്ങളും മധുരപലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും ഭക്തജനങ്ങൾ സപ്താഹയജ്ഞം നടക്കുന്ന വേദിയിൽ എത്തിച്ചു. തുടർന്ന് നടന്ന രുക്മിണി സ്വയംവര ചടങ്ങുകൾ ദർശിക്കാൻ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. തുടർന്ന് തിരുവാതിരക്കളിയും പ്രസാദ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. കണ്ടങ്കാളിയിൽ 1.5 കിലോഗ്രാമിലേറെ കഞ്ചാവുമായി യുവതി എക്സൈസിന്റെ പിടിയിൽ. പിടിയിലായത് കണ്ടങ്കാളി മുല്ലക്കോട് സ്വദേശിനി നിഖില. കഞ്ചാവ് കണ്ടെത്തിയത് വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച നിലയിൽ. അറിവുൽപാദനത്തെ തടയുകയാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസ്റ്റുകളെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മുൻ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. അറിവിന്റെ ജനകീയവൽക്കരണം തന്നെയാണ് പുതിയ കാലം ആവശ്യപ്പെടുന്ന പ്രതിരോധമെന്നും സി രവീന്ദ്രനാഥ്. കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ച് യുവമോർച്ച പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ ബഹുജന റാലിയും പൊതുസമ്മേളനവും. പൊതുസമ്മേളനം യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി കെ ഗണേഷ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കായികമേള പേരളം UP സ്കൂൾ മൈതാനത്ത് തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ MLA നിർവഹിച്ചു. പങ്കെടുക്കുന്നത് 2000-ഓളം കായിക പ്രതിഭകൾ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.